നബിദിനത്തിന് മദ്രസയിലെ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള സമ്മാനപ്പൊതികൾ റെഡിയാക്കുകയാണ്. ഞങ്ങൾ മദ്രസയിലെ ടോപ്പ് പ്ലസും ഡിസ്റ്റിങ്ഷനും കിട്ടിയ കുട്ടികൾക്കുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കണം ഞങ്ങളെ നേഹ ജ്വല്ലറിയാണ്. ടോപ്പ് പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് ഡിന്നർ സെറ്റും ഡിസ്റ്റിങ്ഷന് കണ്ടെയ്നറും ആണ് കേട്ടോ കൊടുക്കുന്നത്. നബിദിന റാലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന് ഋഷു ഐസ്ക്രീം തിന്നാണ് കേട്ടോ. അപ്പം ഞാൻ കണ്ട ചീത്ത പറയുന്ന എഴുതിയിട്ട് അത് തിന്നിട്ട് ഉള്ളിലേക്ക് കയറാനുള്ള പരിപാടിയാണ് ഓന്. എന്താ വെച്ചാൽ ഓന് ചുമയും പനിയൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ കുറേ മിഠായിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം കുറവാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിലേറെ ഉണ്ടാവലുണ്ടല്ല ആ പ്രാവശ്യം. ബ്രോസ്റ്റാണെന്ന് എഴുതി കവർ പൊട്ടിച്ച് വെക്കുമ്പോൾ അതിൽ ലഡുവും ജിലേബിയാണ് കേട്ടോ. ഋഷുവിനാണെങ്കിൽ അതൊട്ട് ഇഷ്ടമല്ല. പിന്നെ ഉച്ചക്ക് നീർച്ചച്ചോറ്, നെയ്ച്ചോറും അതുപോലെ തന്നെ ബീഫ് കറി ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ തിന്നു. പിന്നെ രാത്രി ആയിരുന്നു കേട്ടോ ഋഷുവിൻ്റെ പരിപാടി. ഓന് ഗ്രൂപ്പ് സോങ്ങിന് മാത്രമേ കൂടിയിട്ടുള്ളൂ. അപ്പോൾ ഓൻ്റെ ഗ്രൂപ്പ് സോങ്ങിനാണ് കേട്ടോ 3rd പ്രൈസ് കിട്ടിയത്. നബിദിനൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം മദ്രസ വിട്ട് തന്നപ്പോൾ നിറച്ച് സമ്മാനമായിട്ടാണ് കേട്ടോ ഋഷു വന്നത്. ഓന് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു 5ാം ക്ലാസ്സിൽ, അതിൻ്റെ വക സർട്ടിഫിക്കറ്റും പിന്നെ ഓന് സോങ് പാടിയല്ലോ അതിൻ്റെ വക ഉള്ളൊരു ഗിഫ്റ്റാണ് കേട്ടോ അത്. പിന്നെ അതുപോലെ ഓലെ ഗ്രൂപ്പ് സോങ്ങിനാണ് 3rd കിട്ടിയത്. അപ്പോൾ അതിൻ്റെ വക ഗിഫ്റ്റാണ് ഇത്. പിന്നെ ഡിസ്റ്റിങ്ഷൻ കിട്ടിയ വകയുള്ള സമ്മാനം പിന്നെ നമ്മുടെ നേഹ ജ്വല്ലറിൻ്റെ തന്നെ ആയിരുന്നു. അതിൽ പിന്നെ എന്താ ഉള്ളതെന്ന് ഞങ്ങൾക്ക് അറിയാം. എന്നാലും വെറുതെ ഒന്ന് പൊളിച്ചു നോക്കിയതാണ്. ഗിഫ്റ്റ് കിട്ടുമ്പോൾ കുട്ടികൾക്ക് നല്ല സന്തോഷമാണല്ലോ. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. പിന്നെ സമ്മാനങ്ങൾ കിട്ടുമെന്ന് അറിയുമ്പോൾ കുട്ടികൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. പ്രോഗ്രാമിലൊക്കെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യും. പിറ്റേ ദിവസം നീർച്ചച്ചോറ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കുകയാണ് കേട്ടോ. ആദ്യത്തെ ദിവസം നെയ്ച്ചോറായിട്ട് തിന്നും. പിറ്റേ ദിവസം ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കലാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും. മാത്രമല്ല 2 ദിവസം നെയ്ച്ചോറ് തിന്നുമ്പോൾ നമുക്ക് മടുപ്പാണല്ലോ. ഇതുപോലെ ബീഫോ അല്ലെങ്കിൽ ചിക്കനൊക്കെ വെച്ചിട്ട് നെയ്ച്ചോറ് ബാക്കി ഉണ്ടെങ്കിൽ ഒന്ന് ദമ്മിട്ട് ബിരിയാണി ആക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്.